ഹലോ. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇനി അടുത്ത് പോകാൻ പോകുന്ന സ്ഥലം ലാൻഡിഡ്നോയിൽ പെൻറിൻ ബേ എന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ടിലേക്കാണ്. അപ്പം നമുക്ക് ഈ പോകുന്ന വഴി തന്നെ കാണാം, അവിടെ ആ കാണുന്ന ആ ഒരു ഐലൻഡ് പോലെ കാണുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം പോകുന്ന വഴി നമുക്കൊന്ന് ആസ്വദിക്കാം. അപ്പം നമ്മുടെ ഈ മാപ്പിൽ കാണിച്ചേക്കുന്ന പോലെ ആ കാണുന്ന ആ റോഡിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ആരോ കാണിച്ചേക്കുന്നത് അതൊരു ടണലാണ്. ആ ടണലിലൂടെ കയറി നമ്മൾ എത്തുന്നത് ആ കാണുന്ന പെൻറിൻ ബേയിലേക്കാണ്. അപ്പം ഇതാണ് ആ ടണല്. അങ്ങനെ ആ ടണൽ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരു സീനറി അടാറ് തന്നെയായിരുന്നു. ഭയങ്കര ഒരു ഫീല് കിട്ടുന്ന ആ ഒരു വ്യൂ ആയിരുന്നത്. അങ്ങനെ ഞങ്ങൾ പെൻറിൻ ബേയിലെത്തി. അവിടെ ഞങ്ങൾ മുകളിലേക്ക് കയറാനുള്ള ആ ഒരു മാപ്പൊക്കെ നോക്കി കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ എഴുതിയേക്കുന്ന പോലെ തന്നെ നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ക്ലിഫ്സാണ്, നല്ല ആഴവുമാണ്. പിന്നെ അവിടെ കാണുന്നത് മൊത്തം വിൻമില്ലാണ്. അത് കടലിൻ്റെ നടുക്കായിട്ട് ഏതാണ്ട് ഒരു 100 മേലെ എന്തായാലും ഉണ്ടാവും. ഇവിടെ നിന്നുകൊണ്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല വ്യൂവും നല്ല കാറ്റും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ബേയ്ക്ക് ഏഞ്ചൽ ബേ എന്നും അറിയപ്പെടും. അതുകൂടാതെ തന്നെ ഇവിടെ ഒത്തിരി സീൽസിനെ കാണപ്പെടാറുണ്ട്. അവിടെ ആ സ്പോട്ടിൽ കാണുന്നത് അതൊരു സീലാണ്. അത് ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് അതിനെ കാണാൻ, അത് കരയിലേക്ക് കയറി വരാൻ, പക്ഷെ വന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളടുത്ത് ലഞ്ച് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലേക്കായിരുന്നു. അവിടെ വരുന്ന വഴിയിൽ കൂടെ തന്നെ കാണാൻ നല്ല അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങളൊരു നിയർ ബൈ പാർക്ക് കണ്ടുപിടിച്ച് അവിടെ എല്ലാവരും കൂടെ വട്ടത്തിലിരുന്ന് ലഞ്ച് കഴിക്കാമെന്ന് തീരുമാനിച്ച്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ എയർബിഎൻബിയിൽ ബുക്ക് ചെയ്ത് ഒരു വീട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്.
ഇതാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ആ ലെഡ് ഹൗസ്. ഇതൊരു ഹോസ്റ്റലാണ്. ഞങ്ങൾക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു ഡോർമെട്രി ബെഡ്റൂമും ഒരു ഫാമിലി ബെഡ്റൂമും ആയിരുന്നു. അപ്പം മുകളിലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ റൂം. പക്ഷേ എൻ്റെ ബാക്കിലുള്ള ആ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. ഈ വഴിയാണ് ഞങ്ങൾക്ക് കൊണ്ട് കയറേണ്ടത്. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഫാമിലി ബെഡ്റൂം. ഇവിടെ അത്യാവശ്യം 2 പേർക്കും പിന്നെ ഡോർമെട്രി ബെഡ് പോലെ 2 പേർക്കും കിടക്കായിരുന്നു. അവിടെ നിന്ന് പിന്നെ മുകളിലോട്ട് കയറുമ്പോഴായിരുന്നു ഞങ്ങളുടെ മെയിൻ ഡോർമെട്രി ബെഡ്റൂം. പിള്ളേർ സെറ്റെല്ലാം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ 6 ഡോർമെട്രി ബെഡും 3 സാധാ സിംഗിൾ ബെഡും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളെടുത്ത വീടിൻ്റെ ആ ഒരു ഹാള്. ഇവിടെ കിച്ചണൊക്കെ ഷെയർഡാണ് വരുന്നത്. ഇവിടെ അവർ ടേബിൾ ടോപ്പ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരവിന്റെ തോഴി പകലിന്റെ റാണി വരുമോ ഇവിടെ? ഇരവിന്റെ തോഴി കൊതിച്ചിട്ടും വരാനെന്തേ വൈകി? കൊതിച്ചിട്ടും വരാനെന്തേ വൈകി? കൊതിച്ചിട്ടും വരാനെന്തേ വൈകി? എത്ര വിധിച്ചിട്ടും ഓ മധു പകരുതി താരകേ മധു പകരൂനി താരകേ. അതല്ല ചോദ്യം. എന്തായാലും നീ പ്രാക്ടീസിംഗ് ആണ്. അങ്ങനെ ഞങ്ങൾ ഓരോ ചെയേഴ്സൊക്കെ വെച്ച് ഉറക്കത്തിലേക്കുള്ള തയ്യാറെടുപ്പിലേക്കായിരുന്നു. അപ്പോൾ ബൈ ബൈ.